ബി.ജെ.പി. ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. സകല അടവും കേരളത്തിൽ പയറ്റി ഏത് രീതിയിലും ഒരു സീറ്റ് നേടിയെടുക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെ അവരുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപി ഒരു ഏക എം പി ആയി ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ആ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ആ സത്യം? കേന്ദ്ര ഗവൺമെന്റിനോട്, സെൻട്രൽ മിനിസ്ട്രിയോട്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഇന്ത്യയിൽ ആഞ്ഞടിക്കുന്ന ബി.ജെ.പി. തരംഗത്തിനോട് കേരളത്തിനുള്ള ഒരു എതിർപ്പ്, അത് ഒടുവിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞു എന്ന് നമ്മൾ പറയുന്നത്? ഈ അടുത്ത ഇടയ്ക്ക് ബി.ജെ.പി. ഗവൺമെന്റ്, സെൻട്രൽ മിനിസ്ട്രി എടുക്കുന്ന ചില കൗതുകകരമായ ആക്ഷൻസ് നമുക്കൊന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടന്നല്ലോ. പീയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞേ? ഏത് രീതിയിലും ഇവിടെ കേരള ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ സംരംഭങ്ങൾക്കും പൂർണ്ണ പിന്തുണയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ എന്ത് നല്ല രീതിയിലാണ് ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകളൊക്കെ മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ചിരിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു: കേരളത്തിൽ താമര ഇതുവരെ വിരിഞ്ഞിട്ടുമില്ലല്ലോ എന്ന്. അതുപോലെ തന്നെയാണ് നിതിൻ ഗഡ്കരി സെയിം ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ വന്നിട്ട് പറഞ്ഞത്: കേന്ദ്ര ഗവൺമെന്റ് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തും കേരള ഗവൺമെന്റിന്റെ എല്ലാ വ്യവസായിക സംരംഭങ്ങൾക്കും എന്നുള്ളത്. ഇതിന് പുറമെയാണ് നമ്മുടെ ഭയങ്കര ചർച്ചാ വിഷയമായ ആശാ വർക്കേഴ്സിന്റെ കാര്യം ചർച്ച ചെയ്തില്ല, കേരളത്തിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കെ.വി. തോമസും ഗവർണർ അർലേക്കറും ഒക്കെ ഒന്നിച്ച് നിർമ്മലാ സീതാരാമനെ കണ്ടത്. സത്യത്തിൽ നിർമ്മലാ സീതാരാമൻ ഇവർ പോയി കാണുകയായിരുന്നില്ല. കെ.വി. തോമസ് നിർമ്മലാ സീതാരാമനോട് ഇങ്ങനെ മുഖ്യമന്ത്രി വരുന്നൊരു കാര്യം പറഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുകയായിരുന്നു. ഒരു പ്രസ് മീറ്റോ അതിനുശേഷം ഒരു വലിയ പ്രസ് കോൺഫറൻസോ എന്താണ് അവിടെ ചർച്ച ചെയ്തതെന്നോ ഒന്നും പുറത്തു പറയില്ലായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ തികച്ചും സൗഹാർദ്ദപരമായ ഒരു മീറ്റിങ്ങിന് ഞാൻ വരും, ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ മീറ്റിംഗ് അവിടെ നടക്കുന്നു. ആ മീറ്റിംഗിൽ ഗവർണറുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണൂ. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഒരു തികഞ്ഞ RSS കാരനായി നിൽക്കുമ്പോഴും അർലേക്കർ എടുക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ, ഇവിടെ വന്നതിന് ശേഷം ആരിഫ് ഖാനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുഴുവൻ പ്രശ്നങ്ങളും തീർക്കുകയും ആ സർവകലാശാലയോടനുബന്ധിച്ചിട്ടുള്ള ബില്ലുകളെല്ലാം വളരെ ഈസിയായി നിയമസഭയിൽ പാസ്സാക്കുന്നതും നമ്മൾ ഇന്നലെയുടെ നിയമസഭാ സമ്മേളനങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അങ്ങനെ അർലേക്കറും വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് നിൽക്കുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ബി.ജെ.പി. തിരിച്ചറിയുന്നു, ഈ ഒരു സൗഹൃദപരമായ നയം കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി കേരളത്തിൽ ഒരു നിലനിൽപ്പ് ഉള്ളൂ എന്നുള്ളതാണ്. വളരെ ഭീമമായ ഒരു തുകയാണ് വയനാട് വായ്പയുമായി നമ്മൾ ചോദിച്ചു, അവർ വായ്പയായാണ് തന്നതെങ്കിൽ തന്നു. ആ വായ്പയായി തന്നപ്പോൾ അതിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ, മാർച്ചിന് മുമ്പ് ഈ പറയുന്ന 500 കോടിയിലധികം വരുന്ന വായ്പ ചെലവാക്കണം എന്നുള്ളതാണ്. അത് വലിയ ക്രൈസിസ് ആണ്. അത് നമ്മൾ അറിയിക്കുമ്പോഴും അതിന് ഒരു സമയം നീട്ടിക്കിട്ടും, 1 വർഷമെങ്കിലും ഒക്കെ സമയം നീട്ടിക്കിട്ടും എന്നുള്ളതാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. അപ്പോ ആ ഒരു വിഷയത്തിലും അനുകൂല നിലപാടുകൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോ കേന്ദ്ര വിരുദ്ധത ബി.ജെ.പി. തിരിച്ചറിയുന്നു. 13 സീറ്റുകളെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ വരുന്നതാണ്. കാരണം ഇവിടെ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നു, ഇവിടെ പല രീതിയിലുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നു, PC ജോർജ് ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഇവർക്ക് പയറ്റാവുന്നതെല്ലാം ഇവർ പയറ്റിയിട്ടും മോദിയും അമിത്ഷയും അതേപോലെ തന്നെ കേന്ദ്ര നേതാക്കൾ കുത്തിയൊലിച്ചു വന്ന് പ്രചാരണം നടത്തിയിട്ടും ഇവിടുത്തെ ജനവിധി മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ബേസായി കോൺക്രീറ്റ് ഇട്ട് കിടക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ട്. ഇവിടെ ബി.ജെ.പിക്കെതിരെ അവർ പാകിയിട്ടിരിക്കുന്ന ഒരു എതിർപ്പിന്റെ വിത്തുണ്ട്. അത് ഗ്രാജുവലി മാറ്റിയെടുക്കണമെങ്കിൽ ഇനി കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മാറ്റണമെന്നുള്ള ആ മുഖ്യ തന്ത്രം ബി.ജെ.പി. പയറ്റി തുടങ്ങുന്നു എന്നുള്ളതാണ്.